ഒറ്റശിഖരം സീരിയലിൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തുളസീധരനാണെങ്കിൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, കെട്ടിക്കാൻ പ്രായമായിട്ടുള്ള 2 പെൺപിള്ളേരുമായിട്ട് ഞാൻ ആ വീട്ടിലേക്ക് താമസം മാറുമെന്നാണ് അയൽക്കാരോട് പറഞ്ഞിരിക്കുന്നത്. ഇനി അവരാരെങ്കിലും ഈ കൊച്ചിനെ കണ്ടാൽ ഞാൻ എന്ത് പറയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ മീനാക്ഷി പറയുകയാണ്, സത്യം എന്താണോ അതങ്ങോട്ട് പറയണമെന്ന്. എന്തോന്നൊക്കെയാ നീ പറയും? സത്യം പറഞ്ഞാൽ എന്നെ എല്ലാവരും എന്ത് വിചാരിക്കും? അച്ഛാ, സത്യം പറയാതെ വേറെ വഴിയില്ല. എത്രയെന്ന് വെച്ചാൽ നുണയ്ക്ക് മേലെ നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുറവുണ്ട്. പെൺപിള്ളാരുടെ മാനം വിറ്റ് ജീവിച്ചവനെന്ന് കേട്ടിട്ട് വേണം എനിക്ക് മരിക്കാനായിട്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തുളസീധരൻ പോകുന്നു. അങ്ങനെ മീനാക്ഷിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ നല്ലപോലെ വിഷമാവുന്നുണ്ട്. മഞ്ജിമയും വിഷമത്തോട് കൂടിയിട്ട് അവിടെ നിന്നും ഇറങ്ങി പോവുകയാണ്. മീനുവാണെങ്കിൽ കുഞ്ഞിനെയും പിടിച്ച് കരയുന്നു. പിന്നീട് മഞ്ജിമയാണെങ്കിൽ പുറത്തേക്ക് വരുന്നുണ്ട്. തുളസീധരൻ പറയുകയാണ്, എന്താണെന്ന് വെച്ചാൽ പാക്ക് ചെയ്തെടുത്തോ. അച്ഛാ, ഇനി എന്ത് പാക്ക് ചെയ്യാനാ? നീ റെഡി ആവുന്നില്ലേ? ഈ വേഷത്തിലാണ് വരുന്നത്. ഇതേ നോക്ക്, അവളോടൊന്ന് നല്ല ഡ്രസ്സിട്ട് റെഡി ആവാനായിട്ട് പറയും. പിന്നെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊതിഞ്ഞ് കെട്ടിയെടുക്കാനായിട്ട് നിൻ്റെ അമ്മയോടും പറയും. ഓട്ടോ വരും, ഞാൻ എന്തായാലും ഈ വണ്ടിയിൽ വന്നോളാം, നിങ്ങൾ 3 പേരും ഓട്ടോയിൽ വന്നാൽ മതി എന്ന് പറയുന്നു. മഞ്ജിമയാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് തുളസി പുറകെ പോകുന്നുണ്ട്. ഈ സമയം പ്രസന്നയും മഞ്ജിമയും സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. ഈ സമയം തുളസി ചോദിക്കുന്നുണ്ട്, എടി, നമ്മളിനി അവിടുത്തെ നാട്ടുകാരോട് എന്ത് പറയും? ഈ കുഞ്ഞിനെ കണ്ട ആകെ പ്രശ്നമാവുമല്ലോ. പ്രസന്ന ചോദിക്കുകയാണ്, അല്ല, ഒരിക്കൽ കൂടിയും അവരെ വിളിച്ച് ചോദിച്ചാലോ കുഞ്ഞിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റുമോ എന്ന്. ഇനി എന്ത് വിളിച്ച് ചോദിക്കാനാ? അവരൊക്കെ കൈ ഒഴിഞ്ഞ മട്ട. എന്താന്ന് വെച്ചാൽ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്നു. മഞ്ജിമ പറയുന്നുണ്ട്, സാരല്ല അച്ഛാ, ഇനിയിപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരികയാണെങ്കിൽ ഉറപ്പായി കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് എത്തും. അതുവരെ നമുക്കതിനെ സംരക്ഷിച്ചല്ലേ മതിയാകൂ. എല്ലാം കൊണ്ട് ഞാൻ ഒരുപാട് മനുഷ്യത്വം കാണിച്ചു, അതാണിപ്പോൾ ഉണ്ടായതെന്ന് പറഞ്ഞ് തുളസിയാണെങ്കിൽ വളരെ വിഷമത്തോടു കൂടിയിട്ട് അവിടെ നിന്നും പോകുന്നു. പിന്നീട് മീനാക്ഷിയാണെങ്കിൽ മുഖമൊക്കെ കഴുകി മഞ്ജിമ പുതിയ ഡ്രസ്സ് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ഇടാനായിട്ട് തയ്യാറെടുക്കുകയാണ്. കുഞ്ഞിനെയും കൂട്ടത്തിൽ റെഡിയാക്കും. അങ്ങനെ ഓട്ടോ എത്തുകയാണ്. തുളസീധരനാവട്ടെ മീനാക്ഷിയെയും കുഞ്ഞിനെയും പ്രസന്നയെയും മഞ്ജിമയെയും ആ ഓട്ടോയിൽ കയറ്റി വിടുന്നുണ്ട്. എന്നിട്ട് താൻ പുറകെ വന്നേക്കാമെന്ന് പറയുകയാണ്. താക്കോൽ എവിടെ ഏൽപ്പിക്കുമെന്ന് പ്രസന്ന ചോദിക്കുമ്പോൾ പോകുന്ന വഴിക്ക് ശശിയുടെ കടയിൽ ഏൽപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് അവർ പോയതിനു ശേഷം തുളസിയാണെങ്കിൽ ആ വീട് അടച്ചുപൂട്ടി താക്കോലുമായിട്ട് പോവുകയാണ്. ഈ സമയം പ്രതാപനാണെങ്കിൽ മുകുന്ദനെ കാണാനായിട്ട് അയാളുടെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിലൊടുവിൽ 2 ടിക്കറ്റ് കിട്ടുന്നുണ്ട്. 6:30ക്കാണ് ഫ്ലൈറ്റ്. പിന്നീട് അവിടേക്ക് കൃഷ്ണ വരുന്നു. കൃഷ്ണ ചോദിക്കുന്നുണ്ട്, നമുക്ക് പോയൊടിഞ്ഞു വരാനായിട്ട് പറ്റില്ലല്ലോ, മുകുന്ദേട്ടൻ അവിടെ സീരിയസ് ആയി കിടക്കുകയല്ലേ, അവിടെ നമ്മൾ ഒരാഴ്ചയെങ്കിലും നിൽക്കേണ്ടേ, മുകുന്ദേട്ടൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ അത് വേണം, എന്താന്ന് വെച്ചാൽ എടുത്തു വെക്ക്, എനിക്കതിനൊന്നും പറ്റിയ മാനസികാവസ്ഥയിലല്ലെന്നങ്ങനെ പ്രതാപൻ കൃഷ്ണയോട് പറയുന്നു. പിന്നെ ചന്ദ്രമോഹനെ വിളിച്ചു വരാനായിട്ട് പറഞ്ഞില്ല. അയാളെ ഞാൻ വിളിക്കാം. അങ്ങനെ ചന്ദ്രമോഹനെ വിളിക്കുകയാണ്. ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, സാറേ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണെന്ന്. താൻ എത്രയും പെട്ടെന്ന് വായോ, 6:30ക്കാണ് ഫ്ലൈറ്റ്, നമുക്ക് അപ്പോഴേക്കും അവിടെ എത്തണം. സാറേ, മറ്റൊരു കാര്യം കൂടിയുണ്ട്, എന്താന്ന് വെച്ചാൽ പറയേ. പ്രതാപനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, അതെ, തുളസിയേട്ടൻ വെറുതെ വിളിച്ചുകൊണ്ടിരിക്കുന്നു, അയാളെ നീ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്ക്. എന്ത് പറഞ്ഞ് ഒഴിവാക്കാനാ? ആ കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ കളയുമെന്നാ ഭീഷണിപ്പെടുത്തുന്നത്. എങ്കിൽ പിന്നെ വയസ്സാം കാലത്തെ അയാൾക്ക് ജയിലിൽ പോയി അഴിയെണ്ണമെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ ഒരു കാര്യം, താൻ എന്തായാലും അതിനോട് ചെവി ഓർക്കാൻ നിൽക്കേണ്ട, അയാൾ വിളിച്ച ഫോൺ എടുക്കാനും നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. അല്ല സാറേ, സാറ് ഇനി മുകുന്ദൻ സാറിൻ്റെ അടുത്തേക്ക് പോയാൽ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ താൻ എന്താന്ന് വെച്ചാൽ നോക്കി നടത്തിക്കൊള്ളും. വീട് ഞാൻ പൂട്ടിയിട്ട് പോകും. തൽക്കാലം മോനെ ഞാൻ പത്മനാഭൻ്റെ വീട്ടിലേക്ക് ആക്കാൻ പോവുകയാണെന്ന് പ്രതാപൻ പറയുന്നു. താൻ എന്തായാലും വേഗം തന്നെ ഇങ്ങോട്ട് എത്താൻ നോക്കുമെന്ന് പ്രതാപൻ പറഞ്ഞതിന് ശേഷം ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ തുളസിയും കുടുംബവും പുതിയ വാടക വീട്ടിലേക്ക് എത്തുകയാണ്. വലതുകാൽ വെച്ച് തന്നെ തുളസി കയറുന്നുണ്ട്. അതിനുശേഷം പ്രസന്ന വരുന്ന സമയത്ത് പ്രസന്നയുടെ കയ്യിലാണ് കുഞ്ഞ്. ഇതിനെ ഇങ്ങനെ പ്രദർശിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് അകത്തേക്ക് കയറ്റാൻ നോക്കടിയെന്ന് തുളസീധരനാണെങ്കിൽ വളരെ ദേഷ്യത്തോടെ പറയുന്നു. അങ്ങനെ അത് മീനാക്ഷിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവളാണെങ്കിൽ അത് കാര്യമാക്കാതെ കുഞ്ഞിനുമായിട്ട് ഉള്ളിലേക്ക് പോകും. മഞ്ജിമയാവട്ടെ വേഗം തന്നെ കുഞ്ഞിന് പാല് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. അതായത് ബെഡിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് മീനാക്ഷിയോട് പറയുന്നുണ്ട്, ചേച്ചി ആദ്യം കുഞ്ഞിന് പാല് കൊടുക്ക്, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ റെഡിയാക്കാമെന്ന്. പിന്നീട് മഞ്ജിമയോട് തുളസീധരൻ പറയുകയാണ്, നീയും അമ്മയും ചേർന്ന് സാധനങ്ങളൊക്കെ ഇറക്കി വയ്ക്കാൻ സഹായിക്കുക, അല്ലെങ്കിൽ അവന്മാരെല്ലാം ചേർന്ന് എന്തെങ്കിലുമൊക്കെ ഇട്ട് പൊട്ടിക്കുമെന്ന്. ശരി അച്ഛാ എന്ന് പറഞ്ഞ് മഞ്ജിമയും പ്രസന്നയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കുകയാണ്. അതിനിടയിൽ തുളസിയാണെങ്കിൽ മഞ്ജിമയോട് പറയുന്നു, അവളോടെ ഇടയ്ക്കിടയ്ക്ക് പുറത്ത് ഇറങ്ങിയേക്കരുതെന്ന് പറയണം ആ കുഞ്ഞുമായിട്ട്. ഇവിടുത്തെ നാട്ടുകാരോട് സമാധാനം പറയും, എനിക്കാവില്ല അച്ഛാ, അത് പിന്നെ കുഞ്ഞ് കരയില്ലേ. നിനക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബാംഗ്ലൂരിലേക്ക് പോയാൽ മതി, ഞങ്ങളാണല്ലോ ഇവിടെ കിടന്ന് അനുഭവിക്കേണ്ടത്, പറഞ്ഞത് ഞാൻ അങ്ങോട്ട് കേട്ടാൽ മതി എന്നൊക്കെ മഞ്ജിമയെ ഭീഷണിപ്പെടുത്താണ് തുളസി. പിന്നീട് തുളസിയും പ്രസന്നയും ചേർന്ന് അടുക്കളയിൽ പാല് കാച്ചുന്നുണ്ട്. ഈ സമയം തുളസീധരനാണെങ്കിൽ പുറത്തേക്ക് വന്നിട്ട് ലോഡിംഗുകാരോട് വളരെ ദേഷ്യത്തിൽ വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് കൃത്യമായി കൊടുക്കേണ്ട പൈസ കൊടുക്കാതെ അവരോട് പോവാനായിട്ട് ആവശ്യപ്പെടുന്നു. പക്ഷേ അവരാണെങ്കിൽ എതിർത്ത് സംസാരിച്ച് കൃത്യമായി തന്നെ പൈസ വാങ്ങിയിട്ട് പോവുകയാണ്. അങ്ങനെ തുളസി വളരെ ക്ഷീണത്തോട് കൂടിയിട്ട് അകത്തേക്ക് വരുന്നുണ്ട്. മഞ്ജിമയാണെങ്കിൽ അയാൾക്കുള്ള ചായയുമായിട്ട് വരുന്നു.
പിന്നീട് റൂമിനകത്താക്കട്ടെ കുഞ്ഞാണെങ്കിൽ ഷാട്ടിയും പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കും. ഈ സമയം തുളസിക്കാണെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി തോന്നുകയാണ്. അയാൾ എഴുന്നേറ്റ് മീനാക്ഷിയുടെ റൂമിനടുത്തേക്ക് വരുന്നുണ്ട്. മഞ്ജിമ വന്നിട്ട് ചോദിക്കുകയാണ്, ചേച്ചി എന്ത് പറ്റി, കുഞ്ഞെന്തിനെങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അറിയില്ല, പാല് കൊടുത്തതാണ്, അവളുടെ വയറ് നിറഞ്ഞിട്ടുണ്ട്, പിന്നെന്തിനാ കരയുന്നതെന്ന് പിടി കിട്ടുന്നില്ലെന്ന് പറയുന്നു. മഞ്ജിമ വേഗം തന്നെ തൊട്ടിലെടുത്ത് കൊടുക്കുന്നുണ്ട്. ചേച്ചി ഇതിലേക്ക് ഇട്ടേക്കെന്ന്. വേണ്ട, കാര്യമില്ല, അവൾ വീണ്ടും കരഞ്ഞുകൊണ്ടേ ഇരിക്കും. എങ്കിൽ പിന്നെ നമുക്ക് തുണിത്തൊട്ടിൽ കിട്ടിയാലോ, അച്ഛനോട് പറഞ്ഞാലോ. വേണ്ട വേണ്ട, അച്ഛനാണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ്, ഇനി അതുകൂടി പറഞ്ഞിട്ട് ദേഷ്യം കൂട്ടം നിൽക്കണ്ട എന്നും. അങ്ങനെ തുളസീധരനാണെങ്കിൽ ഇതൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ എന്തിനാ ചേച്ചി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു? ആ ലോഡിങ്കാരോടും വഴക്കുണ്ടാക്കുന്നുണ്ടായിരുന്നു. എല്ലാവരോടും അച്ഛൻ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അച്ഛൻ്റെ മാനസികാവസ്ഥ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛൻ്റെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ ചേച്ചിയാണല്ലോ ഇതിൽ കൂടുതലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ എല്ലാവരോടും ദേഷ്യപ്പെടേണ്ടതാണ്. പക്ഷേ ചേച്ചി ദേഷ്യപ്പെടുന്നില്ലല്ലോ. അത് ഞാൻ ആരോട് ദേഷ്യപ്പെടാൻ അടി, എന്നോട് തന്നെ ഞാൻ ദേഷ്യപ്പെടും, അല്ലാതെ എനിക്ക് മറ്റാരോടും ദേഷ്യമില്ല. അത്രയ്ക്കും കല്ലായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മനസ്സ്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്തിരി സമാധാനമായിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒത്തിരി സന്തോഷമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, വല്ലാത്തൊരു ശാന്തത. അത് നിങ്ങൾക്കാർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നിങ്ങനെ മീനാക്ഷി ആണെങ്കിൽ മഞ്ജിമയോട് പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് തുളസീധരനാണെങ്കിൽ അകത്തേക്ക് വരുന്നുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ കാറിക്കൊണ്ടിരിക്കുന്നത്? അച്ഛ, അത് എന്തിനാണെന്നറിയില്ല, ഞാൻ അതിന് സമാധാനപ്പെടുത്താനായിട്ട് നോക്കുകയാണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിൻ്റെ സൗണ്ട് പുറത്തേക്ക് കേട്ടുപോരുത്. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യേ, അച്ഛൻ അതിനോട് പറയും കരയല്ലേ എന്ന്. നീ എന്ത് എന്നെ പൊട്ടം കളിപ്പിക്കണം? പിന്നെ ഞാൻ എന്ത് പറയാന്ന് വെച്ചാൽ അതൊരു മനുഷ്യക്കുഞ്ഞല്ലേ. ഞാനും 3-4 വളർത്തിയതാ. അപ്പം പിന്നെ അച്ഛനറിയാലോ കാര്യങ്ങൾ. മഞ്ജിമ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് തുളസീധരനോട് ചോദിക്കുന്നുണ്ട്. അച്ഛൻ 3 കുഞ്ഞുങ്ങളെ വളർത്തിയെന്നല്ലേ പറഞ്ഞത്? ഞങ്ങളും ഇതുപോലെ കരഞ്ഞിട്ടും അടിപിടി ഉണ്ടാക്കിയിട്ട് തന്നെയല്ലേ വളർത്തിയത്. നീ ഒരുപാട് മീനാക്ഷിയെ സപ്പോർട്ട് ചെയ്ത് എന്നോട് സംസാരിക്കാൻ വരരുത്. മര്യാദയ്ക്ക് ആ കുഞ്ഞിൻ്റെ സൗണ്ട് പുറത്ത് കേൾക്കാതെ വേണം നോക്കാൻ. ഇവിടുത്തെ നാട്ടുകാരോട് എനിക്ക് സമാധാനം പറയാനൊന്നും വയ്യ. അപ്പോഴേക്കും പുറത്ത് നിന്ന് വീട്ടുകാരെ എന്ന് പറഞ്ഞ് അവിടുത്തെ അയൽക്കാരി വന്ന് വിളിക്കുകയാണ്. കണ്ടില്ലേ, ഓരോരുത്തരായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അയൊരു സ്ത്രീയും അവരുടെ അനിയനുമാണ് വന്നിരിക്കുന്നത്. അതെ, നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. ആരാണ്? ഞങ്ങളുടെ വീട് കുറച്ച് അകലെയാണ്. എന്തു പറയുന്നു, എല്ലാം ഇഷ്ടപ്പെട്ടോ? വീടൊക്കെ ഇഷ്ടപ്പെട്ടു. കണ്ടിട്ട് കൂലിപ്പണിക്കാരനെ പോലെ തോന്നുന്നില്ല. കൂലിപ്പണിക്കാരനാണെങ്കിൽ ഇത്ര വലിയ വീടൊന്നും വാടകയ്ക്ക് എടുക്കില്ലല്ലോ. എന്താ ജോലി? എൻ്റെ ജോലി ബ്രോക്കറാണ്. സ്ഥലമൊക്കെ മറിച്ച് വിൽക്കുന്ന ആൾ. വീട്ടുകാരി എവിടെ? കാണുന്നില്ലല്ലോ, തിരക്കിലായിരിക്കും അല്ലേ? വാടക വീട് മാറുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. എന്തായാലും എല്ലാം കൊണ്ടും ഓക്കെ ആവാൻ തന്നെ കുറച്ച് സമയം എടുക്കും. ഞങ്ങൾ വേണമെങ്കിൽ ഇതിലേക്ക് സഹായിക്കും. എവിടെയാ അടുക്കള? അയ്യോ, ഒന്നും വേണ്ട. അല്ല, എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാലോ. 2 പെൺപിള്ളേരെ ഇറങ്ങി പോകുന്നത് കണ്ടല്ലോ, ഒന്നിൻ്റെ കയ്യിൽ കുഞ്ഞുണ്ടല്ലോ. ഇത് കേട്ട് തുളസിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നു. അല്ല, ഞങ്ങൾക്ക് ആ കൊച്ചിനെ ഒന്ന് കാണുന്നുണ്ട്, അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് അവർ ചോദിക്കുമ്പോൾ വേണ്ട, പിന്നീട് കാണാമെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്നും ഒഴിവാക്കി വിടുകയാണ്. എങ്കിൽ പിന്നെ നാളെ വരാമെന്ന് പറഞ്ഞ് അവരും അവരുടെ അനിയനും കൂടിയും അവിടെ നിന്നും പോകുന്നു. തുളസിയാണെങ്കിൽ വളരെ ദേഷ്യത്തോട് വീണ്ടും മീനാക്ഷിയുടെ അടുത്തേക്ക് വരികയാണ്. കണ്ടില്ലേ, ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. ഞാൻ ഇതുങ്ങളോടൊക്കെ എന്താ പറയേണ്ടത്? അച്ഛാ, സത്യം പറയേ. എന്ത് സത്യം? സറോഗേറ്റ് മദറാണെന്ന് പറഞ്ഞാൽ നാട്ടുമ്പുറത്തുകാർക്ക് അതങ്ങോട്ട് ദഹിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് കരുതുന്നില്ല. ഒരു കാര്യം പറഞ്ഞാൽ വാടകയ്ക്ക് ഗർഭപാത്രം കൊടുത്തു. പിന്നെ ഇൻസിമിനേഷൻ എന്ന് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് പച്ചയ്ക്ക് കുത്തിവെച്ച് ഗർഭമുണ്ടായെന്ന് പറഞ്ഞാൽ മതി. സത്യം അത് തന്നെയല്ല അച്ഛാന്ന് ചോദിക്കുമ്പോൾ, നോക്ക്, എനിക്കിത് എല്ലാവരോടും ചെന്ന് പറഞ്ഞ് നടക്കാനൊന്നും കഴിയില്ല. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ എന്ത് പറയും? ഇതിങ്ങനെ കുത്തിവെച്ചത് പറയാൻ പറ്റില്ല. അപ്പം പിന്നെ അച്ഛൻ എന്താ പറയാൻ തീരുമാനിച്ചിരിക്കുന്നത്? ചോദിക്കുന്നവരോട് ഞാനേ നിന്നോട് വന്ന് ചോദിക്കാനായിട്ട് പറയാം, ഇങ്ങോട്ട് വിട്ടയക്കാമെന്ന് പറയുമ്പോൾ മീനാക്ഷി ആണെങ്കിൽ ഷോക്കാവുന്നു. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ.